എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു vplacket കോളർ നെക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ എടുത്തതിന് ശേഷം അവിടെ നമുക്ക് നെക്ക് വിഡ്ത്ത് ഒരു 2.5 മാർക്ക് ചെയ്യാം. ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് മാർക്ക് ചെയ്യേണ്ടത്. താഴേക്ക് ഒരു 7 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. വീണ്ടും ഒരു 2.5 കൂടി മാർക്ക് ചെയ്യണം. അതിൻ്റെ താഴേക്ക് ഒരു 2.2 ഇഞ്ചസ് കൂടി മാർക്ക് ചെയ്യണം. അവിടെ നമുക്ക് ഒരു 0.5 മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് 2.5ലേക്ക് ഒന്ന് വരച്ചു കൊടുക്കുക. വീണ്ടും നമുക്ക് ആ ഭാഗത്തേക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ഒന്ന് ചരിച്ചൊന്ന് വരച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു വി നെക്കിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. താഴെ ഒരു ചെറിയൊരു ബോക്സ് പോലെ വന്നിട്ടുണ്ട്. ഇനി അതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് ബാക്ക് പോർഷനാണ്. ഇതിൻ്റെ നെക്ക് വിട്ടും ഇതുപോലെ സെയിം ആയിട്ട് തന്നെ മാർക്ക് ചെയ്യാം. 2.5 മതി. ഒരു 1 ഇഞ്ച് നമുക്ക് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം. ഇനി അതിനെ ഒന്ന് കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു 3 ഇഞ്ച് വീതിയും 34 ഇഞ്ചോളം നീളവും വരുന്ന ഒരു പീസിൽ ഇതുപോലെ ഒരു പേപ്പർ സ്റ്റിഫ് ഒന്ന് അയൺ ചെയ്ത് നന്നായിട്ട് ഫിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിനെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഒന്നുകൂടി അയൺ ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ സൈഡ് ഇതുപോലെ കൂട്ടി ഒന്ന് യോജിപ്പിച്ച് തയ്ച്ചു കൊടുക്കാം. ലോക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് ലോക്ക് ചെയ്ത് ഇതൊന്ന് ക്ലിയർ ആയിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇനി ഇതുപോലെ ഒന്ന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് അവിടെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടുന്ന് ഇതുപോലെ ഒന്ന് ഇരുവശങ്ങളിലേക്കുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് താഴെ കട്ടിങ് വരെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. കട്ടിങ്ങിൻ്റെ ഭാഗം വരുമ്പോഴേക്കും അവിടെ ഒന്ന് നന്നായിട്ട് ഫിക്സ് ചെയ്ത് ഉറപ്പിച്ച് നിർത്താം. ഇനി ഇവിടെ നിന്ന് താഴേക്കും ഇതുപോലെ തന്നെ സെയിം ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗം വരുമ്പോൾ ഒരു കെട്ട് കൊടുത്ത് നിർത്താം.
ഇനി ഈ ഭാഗത്ത് ഒരു ചെറിയൊരു കട്ടിങ് കൊടുക്കാം. സ്റ്റിച്ച് കട്ടാവാതെ ഒരു ചെറിയ കട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിനെ ഇതുപോലെ അകത്തേക്ക് മടക്കി വെച്ച് കോളറിൻ്റെ അകത്തേക്ക് പോകണം. അതിനുശേഷം അതിനെ തിരിച്ചും ഇങ്ങനെ മറിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ വട്ടം ആയിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് അതിനെ ഉറപ്പിക്കണം. ഇതുപോലെ ഇങ്ങനെ തിരിച്ചെടുക്കുക. ഇങ്ങനെ രണ്ട് ഇതുകൂടി ഇതുപോലെ കറക്റ്റായിട്ട് ലെവലിൽ പിടിച്ച് വെച്ചതിന് ശേഷം മറിച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ തമ്മിൽ യോജിപ്പിച്ച് ഫിക്സ് ചെയ്യാം. അതിൻ്റെ കറക്റ്റായിട്ട് ആ കട്ടിങ്ങിൽ വരുന്ന രീതിയിൽ അത് അടഞ്ഞ് കിട്ടുന്ന രീതിയിൽ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യണം. ചുളിവൊന്നും വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് വട്ടം അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്യാനുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് ഓപ്പൺ എത്ര വരണമെന്ന് നോക്കിയതിന് ശേഷം ആ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് ഒരു സ്റ്റിച്ച് ചെയ്തൊന്ന് അടച്ചു കൊടുക്കാം. അടച്ച് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മീതെ വെച്ചിട്ട് കറക്റ്റായിട്ട് കോളർ അതേ ഷേപ്പിൽ തന്നെ വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.